ദേവീ ശരണം അമ്മേ ശ്രീലേ വേലന്നുമാതേ കലിയുഗമുലകിൽ കിളിയാടുന്നു തായേ ചേലിൽ കാലാരിയൊപ്പം നലമിവിടരുളാനെത്തണേ സ്നേഹശീലേ മേലിൽ കൽപാദപൂജയ്ക്കൊരു നറുമലരായി ചേർന്നിടാം സർവലോകപാലേലീലേ വസിക്കൻ മനസി സുഹൃതസന്താനവല്ലി സുചില്ലി. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പ്രഭാഷണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. സപ്തമസ്കന്ധം 16-ാമത്തെ അധ്യായം ഹരിശ്ചന്ദ്രചരിതമാണ് പറഞ്ഞുകൊണ്ടുവരുന്നത്. വസിഷ്ഠൻ, കുലഗുരുവായ വസിഷ്ഠൻ ഉപദേശിച്ചതനുസരിച്ച് തൻ്റെ മന്ത്രിമാരെ പറഞ്ഞയച്ച് അജീകർത്തൻ എന്ന പേരുള്ള ഒരു ദരിദ്രനായിട്ടുള്ള ബ്രാഹ്മണൻ്റെ പുത്രനെ 100 പശുക്കളെ ചുൽക്കമായി കൊടുത്ത് ആ പുത്രനെ മേടിക്കുന്ന ഭാഗം വരെയാണ് നാം ഇന്നലെ പറഞ്ഞു നിർത്തിയത്. ശുനപുച്ഛൻ, ശുനശേബൻ, ശുനോലാങ്കുലൻ എന്നീ 3 പേരാണ് ഈ അജീകർത്തൻ്റെ 3 പുത്രന്മാരെ എന്നിവിടെ പ്രത്യേകം പേരെടുത്ത് പറയുന്നുണ്ട്. ഭാഗവത പുരാണത്തിലെ ശുനശേഖൻ്റെ പേര് മാത്രമേ പറയുന്നുള്ളൂ. ഇവിടെ 3 പുത്രന്മാർ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിൽ മധ്യമപുത്രനാണ് ശുനശേഖൻ എന്നാണ് അവിടെ പറയുന്നത്. ഇവിടെയും അതുതന്നെയാണ്. പക്ഷേ ഇവിടെ 3 പുത്രന്മാരുടെയും പേര് ദേവി ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ശുനപുച്ഛ, ശുനശേഖ, ശുനോലാങ്കുല ഇത്യമീ എന്ന്. ഇവരാണ് 3 പുത്രന്മാർ. ഇതിലാരെ തന്നാലും ശരി 100 പശുക്കളെ തരാമെന്ന് പറയുന്നു. വിശപ്പ്, ദാരിദ്ര്യം മുതലായവ കൊണ്ട് പീഡിതനായിരുന്ന ആ ബ്രാഹ്മണൻ അജീകർത്തൻ അത് കേട്ട് ആരെയാണ് അവരിൽ വിൽക്കേണ്ടത് എന്ന് ആലോചിച്ചു. കർമാധികാരി മൂത്തപുത്രനായതുകൊണ്ട് അവനെ കൊടുക്കാൻ പിതാവ് തയ്യാറായില്ല. അച്ഛനും അമ്മയും മരിച്ചു കഴിഞ്ഞാൽ അവർക്കും ആ വംശത്തിലുള്ള പിതൃക്കൾക്കും മുക്തിക്കായിക്കൊണ്ട് കർമ്മം ചെയ്യേണ്ടത് ധർമ്മമനുസരിച്ച് മൂത്തപുത്രൻ്റെ അധികാരമാണ്. മൂത്തപുത്രനാണ് കർമ്മങ്ങൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് കർമ്മത്തിന് അധികാരി മൂത്തപുത്രനായതുകൊണ്ട് ചുനപ്പുച്ഛൻ എന്ന് പറഞ്ഞതായിട്ടുള്ള മൂത്തപുത്രനെ കൊടുത്തില്ല. അവസാനത്തെ 3-ാമത്തെ പുത്രൻ അവസാന കുട്ടികളോട്, അവസാനത്തെ പുത്രന്മാരോട് മാതാപിതാക്കൾക്ക് അധികം സ്നേഹമുണ്ടാവുമെന്നൊക്കെ സാധാരണ പറയാറുണ്ട്. ഇപ്പം ഇന്നിപ്പോൾ ഒരു കുട്ടിയേ ഉള്ളൂ, മൂത്തതും മധ്യവും അവസാനത്തതും എന്നൊക്കെ പറയാൻ. പണ്ടങ്ങനെയൊന്നുമല്ല. 3, 5, 7, 8, 10 കുട്ടികളൊക്കെ ഉണ്ടാവുമായിരുന്നല്ലോ ഒരു കാലത്ത്. അപ്പം അങ്ങനെയുള്ള കാലങ്ങളിൽ അവസാനത്തെ കുട്ടിയോട് കുറച്ചധികം ലാളന, കുറച്ചധികം സ്നേഹം പ്രത്യേകിച്ച് അമ്മയ്ക്ക് ഉണ്ടാവും എന്ന് പറയാറുണ്ട്. അങ്ങനെ ആ 3-ാമത്തെ പുത്രനായിട്ടുള്ള ശുനോലാങ്കുലൻ എന്ന് പറഞ്ഞ പുത്രനെ കൊടുക്കാൻ, ഇളയ മകനെ കൊടുക്കാൻ മാതാവും തയ്യാറായില്ല. ആ സന്ദർഭത്തിൽ മധ്യമപുത്രനായിട്ടുള്ള ശുനശേഖനെ 100 പശുക്കളെ പ്രതിഫലം വാങ്ങിക്കൊണ്ട് ഹരിശ്ചന്ദ്രനിതാ അദ്ദേഹം വിറ്റു. അവനെ കൂട്ടിക്കൊണ്ടുവന്ന് ഇതാ ഹരിശ്ചന്ദ്രൻ ആ കുട്ടിയെ യാഗപ്പശുവാക്കിയിട്ട് യൂപത്തിൽ ബന്ധിച്ചു. യൂപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പശുക്കളെ കയറ് കെട്ടി തളച്ചിട്ടിരിക്കുന്നതായിട്ടുള്ള സ്തംഭം അഥവാ ഒരു കുറ്റി എന്നൊക്കെ നമുക്ക് പറയാം. അതിനെ ആണ് യൂപം എന്ന് പറയണത്.
അപ്പോൾ യാഗം നടക്കുന്ന സ്ഥലത്ത് അങ്ങനെ ഒരു രൂപം, ഒരു കുറ്റിയടിച്ച് അതിൽ ബലി കൊടുക്കാനായിട്ടുള്ള യാഗപ്പശുവിനെ കയറുകൊണ്ട് കെട്ടി നിർത്തും. പിന്നീട് ആ പശുവിന്, യാഗപ്പശുവിന് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് വിധിവണ്ണം, പക്ഷെ അവിടെ നിർത്തും എന്നുള്ളൊരു സമ്പ്രദായം. അതനുസരിച്ചിട്ട് ഈ ശുനശേഫനെയാണ് രൂപത്തിൽ ബന്ധിച്ച് നിർത്തിയത്. ഏതാണ്ട് ആ സമയത്ത് ഇതൊക്കെ മനസ്സിലാക്കി ആ കുട്ടി ദുഃഖിതനായി വിലപിച്ചു. ദേഹമാസകലം പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. അവനെ നോക്കുന്നതായിട്ടുള്ള, യാഗം ചെയ്യുന്നതായിട്ടുള്ള മുനിമാർക്കൊക്കെ, ബ്രാഹ്മണർക്ക്, അവർക്കും മനസ്സിൽ വളരെയധികം വേദനയുണ്ടായി. അവരുടെ കണ്ണുകളിൽ നിന്നും ജലം കുടുകുട ഒഴുകാൻ തുടങ്ങി. യജ്ഞ പശുവായിട്ടുള്ള അവനെ വധിക്കാനായിട്ട് രാജാവ് അതിനായിട്ട് നിയോഗിക്കപ്പെട്ടതായിട്ടുള്ള ആൾക്ക് അവനെ ഈ കുട്ടിയെ ഏൽപ്പിച്ചു. പക്ഷേ സാധാരണ ഒരു പശുവിനെയാണ്, ഒരു മൃഗത്തിനെയാണ് യാഗപ്പശുവാക്കിയിട്ട് വധിക്കുക. പക്ഷെ ഇവിടെ അതിന് വിപരീതമായിട്ടൊരു മനുഷ്യക്കുട്ടിയെയാണ്, അതും ഒരു ബ്രാഹ്മണ കുട്ടിയെയാണ്, കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതായിട്ടുള്ള, വിറച്ചുകൊണ്ട് പേടിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ടുള്ള ഒരു കുട്ടിയെയാണ് യാഗപ്പശുവാക്കി നിർത്തിയിരിക്കുന്നത്. ആ കുട്ടിയുടെ കഴുത്ത് വെട്ടിയിട്ടാണ് ആ യാഗബലി നടത്തേണ്ടത് എന്ന കാരണത്താൽ അതിനായിട്ട് നിയോഗിക്കപ്പെട്ട ആ ബലി വെട്ടാനായിട്ട് നിർത്തുന്ന അവന് ആ ശിശുവിനെ കൊല്ലാൻ, ആ കുട്ടിയെ കൊല്ലാനായിട്ട് ആയുധമെടുക്കാനോ വധിക്കാനോ അവനും മനസ്സ് വന്നില്ല. ദീനനായിക്കൊണ്ട് എല്ലാവർക്കും കരുണ തോന്നുന്ന, മാറി വിലപിക്കുന്നതായിട്ടുള്ള ആ ബ്രാഹ്മണകുമാരനെ അവൻ്റെ അച്ഛൻ ധനലോഭിയായിക്കൊണ്ട് ദാരിദ്ര്യം കൊണ്ട് വിറ്റു എന്നുണ്ടെങ്കിലും എനിക്ക് കൊല്ലാൻ കഴിയുകയില്ല എന്ന് അവനതാ ആ ഉദ്യമത്തിൽ നിന്ന് തിരിഞ്ഞു. രാജാവ് അപ്പോൾ അവിടെയുണ്ടായിരുന്ന സദസ്യരോടൊക്കെ ചോദിച്ചു, ബ്രാഹ്മണരെ, നാം ഇനി എന്താ ചെയ്യേണ്ടത്? ദീനനായിട്ട് വിലപിക്കുന്നതായിട്ടുള്ള ശുനശേഫൻ്റെ ശബ്ദം കേട്ട് അവിടെ ഉണ്ടായിരുന്നതായിട്ടുള്ള സദസ്യരുടെ ഇടയിൽ നിന്നും അത്ഭുതാവഹമായിട്ടുള്ള കിലുകില എന്ന് പറഞ്ഞ ശബ്ദം ഉയർന്നു. എന്താണ് പറയണത്? ജാഥ കിലകലാ ശബ്ദോ ജനാനാം ക്രോശതാം തഥാ എന്നാണ്. ആ സമയത്ത് അജീകർത്തൻ എഴുന്നേറ്റു, രാജാവിനോട് പറഞ്ഞു, രാജാവേ, ഞാൻ അങ്ങയുടെ കാര്യം നിറവേറ്റിത്തരാൻ, പരിഭ്രമിക്കാതിരിക്കൂ. 2 ഇരട്ടി പ്രതിഫലം തന്നാൽ മതി, ഞാൻ അവനെ വധിച്ചോളാം. എനിക്ക് ധനമാണ് ആവശ്യം. ധനാർത്ഥിയായിട്ടുള്ള ഞാൻ ഈ കാര്യം ചെയ്ത് അങ്ങയുടെ യാഗം നടത്തിത്തരാം എന്ന് അവൻ്റെ പിതാവായിട്ടുള്ള അജീകർത്തൻ തന്നെ സ്വന്തം മകനെ, മധ്യമപുത്രനായിട്ടുള്ള ശുനശേഫനെ വധിക്കാൻ അതിന് നിയോഗിക്കപ്പെട്ടവൻ തയ്യാറായില്ല എന്ന സമയത്ത് 2 ഇരട്ടി ശുൽക്കം തരികയാണെങ്കിൽ അത് ചെയ്യാം എന്ന് പറഞ്ഞ് സമ്മതിച്ചു വന്നു എന്നവിടെ പറയുകയാണ്. ധനം എന്നുള്ളത് എത്രമാത്രം നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിക്കും, അഥവാ ദാരിദ്ര്യം, വിശപ്പ് എന്നുള്ളത് എന്തൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും എന്നുള്ളതൊക്കെ ഇവിടെ എടുത്തു പറഞ്ഞു പോവുക ചെയ്യുന്നത് ഈ ഭാഗങ്ങളിൽ. എന്തായാലും ബാക്കി ഭാഗങ്ങളെ എന്താ നടന്നത് എന്നുള്ളതിനെ നമുക്ക് നാളെ അവലോകനം ചെയ്യാം. ഇന്നിവിടെ തന്നെ നിർത്തുന്നു. ശ്രീ മഹാദേവ്യൈ നമഃ.